ഓം അഗത്തീശ്വരായ നമ. എല്ലാവർക്കും വണക്കം. ഞാൻ വിനയൻ ഗുരുക്കൾ. ഇന്ന് നമ്മൾ നോക്കാൻ പോണത് പ്രണയ വിവാഹാർക്ക്, പ്രണയമാർക്ക്, പ്രണയ പരാജയമാർക്ക്, പ്രണയം കൊണ്ട് പ്രശ്നം വരുന്ന ആൾക്ക്, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ഒറ്റ വീഡിയോയിൽ കാണാൻ പോണ വീഡിയോ ചിലപ്പോൾ കുറച്ച് ലെങ്തി ആയിരിക്കും. പരമാവധി സമയം കുറച്ച് ചെയ്യാൻ നോക്കാം. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ ചാനൽ കാണണമെങ്കിൽ, ഈ ചാനലിൽ 400-ലധികം വീഡിയോകളുണ്ട്. അതിൽ പല വീഡിയോകളും കേരള അസ്ട്രോളജിയിലെ പ്രമാണ സഹിതം പറഞ്ഞിട്ടുള്ള വീഡിയോകളാണ്. ഹോരാശാസ്ത്രം തന്നെ പകുതിയിലോളം ഈ ചാനലിലുണ്ട് പല ഭാഗത്തായിട്ട്. കൂടാതെ തമിഴ് അസ്ട്രോളജിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട്, ടിപ്പ് ബൈ ടിപ്സ് ആയിട്ട്, ലോജിക്കായിട്ട്. അതുപോലെ തന്നെ ചില ലൈവ് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഒരു പാഠഭാഗം പൂർണ്ണമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ചാനലിൽ മൊത്തമുള്ളത് കണ്ടന്റ് മാത്രമാണ്, മൊത്തം കണ്ടന്റ്സ് മാത്രമാണ്, ഏതെങ്കിലും വിഷയം മാത്രമാണ്, അതും അസ്ട്രോളജി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ടൈം കാണണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തിട്ട് മുന്നേ ചെയ്തിട്ടുള്ള വീഡിയോകൾ നോക്കുക. ഇപ്പോൾ പറയുന്ന വിഷയം മുന്നേയും പറഞ്ഞു പോയിട്ടുണ്ടായിരിക്കാം. ഇത് കുറച്ചും കൂടി ക്ലാരിറ്റിയിൽ പറയുന്നതാണ്. അപ്പൊ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ വീഡിയോകളും ഉണ്ടാകാം. അപ്പൊ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് പോകാം. പ്രണയ വിവാഹമാർക്ക്, ലവ് മാരേജ്, ലവ് ആൻഡ് ലവ് മാരേജ്. അപ്പൊ നിങ്ങൾ ആലോചിക്കും, ഈ ലവ് മാരേജ് ഒക്കെ ഈ പരാശരം ഹോര എഴുതിയ കാലത്ത് ഉണ്ടായിരുന്നു എന്നൊക്കെ വിചാരിക്കും. ലവ് അന്നേ ഉണ്ടായിരുന്നു. അത് പുരാണങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും അല്ലെ. അന്നേ ലവ് ഉണ്ടായിരുന്നു. കാരണം അതൊരു മാനുഷിക ഭാവമായതുകൊണ്ട് ലവ് ഓൾറെഡി അന്നേ ഉണ്ടായിരുന്നു. വിച്ച് ഹൗസ് ഇൻഡിക്കേറ്റ് ദ റൊമാൻറ്റിക് ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ ലൈഫ്? വിച്ച് ഹൗസ്? ഫിഫ്ത് ഹൗസ്, 5ാം ഭാവം ആണ് ലവ്, കാതൽ എന്ന് പറയുന്നത്. 5ാം ഭാവത്തിൽ ഇരിക്കുന്ന ഗ്രഹങ്ങള് ലഗ്നവുമായിട്ട് കണക്ഷൻ വരികയാണെങ്കിൽ that is an indication of romance and love. If the dasha and buddhi, that means abharam, is connected, that may be the correct or apt time for romantic life or love life. ഒരു വ്യക്തിയുടെ 5ാം ഭാവത്തിലിരിക്കുന്ന ഗ്രഹം ലഗ്നവുമായിട്ട് കണക്ട് ചെയ്തു വരുന്ന ദശകളിൽ പ്രേമം ഉണ്ടാകാം. അപ്പൊ 5th ലോർഡ് ഇൻ ദ ഫസ്റ്റ് ഹൗസ് ഓർ ഫസ്റ്റ് ലോർഡ് ഇൻ ദ 5th ഹൗസ് മേ ഇൻഡിക്കേറ്റ് ലവ്. അപ്പൊ ഇത് ഭാവമായിട്ട് വളരെ കണക്റ്റഡാണ്. തൊട്ടു മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ് എന്താ, ശുക്രൻ ലഗ്നത്തിലിരുന്നാൽ എന്താ ബലം. അപ്പൊ ക്വാളിറ്റീസ് പറഞ്ഞു. ഞാൻ അതിലേക്ക് പോയിട്ട് ഇതിലേക്ക് വീണ്ടും വരാം. In the last video we explained, it means I explained Shukra in Lagna. I pointed out if Shukra is in the exaltation, ഉച്ചത്തിൽ നിൽക്കുകയാണെങ്കിൽ, it may lead to some problems, especially family problems. The question why is here indicate that he must have more than one relationship. Must have, that is also a possibility, even though maybe have more than one relationship. ഇതൊക്കെ പറഞ്ഞു പോയി. That is actually indicating the qualities. The Venus in first house is not only give that indication, that indication only. അത് മാത്രമല്ല ശുക്രൻ കാണിക്കുന്നത്. ലഗ്നത്തിൽ ശുക്രൻ ഇരിക്കുമ്പോ ചില ക്വാളിറ്റീസ് ആണ് പറഞ്ഞത്. എന്താ പറഞ്ഞ, അത് ചിലവർ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ലഗ്നത്തിൽ ശുക്രൻ ഇരിക്കുമ്പോൾ he will be that much luxurious in his life, more decorative in all his deeds. He liked to be beautiful, handsome. ഇതൊക്കെ പറഞ്ഞായിരുന്നു അല്ലെ. സുന്ദരനായിട്ടിരിക്കുക,
മനോഹരനായിട്ടിരിക്കുക, മനോഹരിയും സുന്ദരിയും പ്രറ്റിയായിട്ടൊക്കെ ഇരിക്കുക, ഒക്കെ ക്വാളിറ്റീസ് ആണ് അവരുടെ സ്വഭാവത്തിലുള്ളതാ. സ്ത്രീകളോട് ഇഷ്ടം ഉണ്ടാവുക, പെൺകുട്ടികളോട് ഇഷ്ടം ഉണ്ടാവുക, അനിയത്തിമാരോട് സ്നേഹം ഉണ്ടാവുക. മിഥുനത്തിലിരുന്നാലും പറഞ്ഞു എന്ത്, വീട്ടില് ഉള്ള സ്ത്രീകളാൽ, അത് ക്വാളിറ്റി അല്ല, അതൊരു ഇൻഡിക്കേഷൻ ആണ്. ചിലപ്പോൾ പേരുദോഷം ഉണ്ടാവുക എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു. എങ്കിലും മോസ്റ്റ്ലി ഇതൊരു ഇവന്റിനെ കാണിക്കുന്ന കാര്യങ്ങളല്ല പറഞ്ഞ. അപ്പൊ അത് മാത്രം വെച്ചിട്ട് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ മുന്നത്തെ വീഡിയോകൾ ഞാൻ അതിനെപ്പറ്റി കുറെ ചെയ്തിട്ടുണ്ട്. എന്താ, ഒരു ശുക്രൻ ഒരു ലഗ്നത്തിൽ ഇരുന്നെന്ന് വിചാരിച്ചിട്ട് ഇതിരിക്കുന്നത്, ഇത് ഗ്രഹ രാശി ബലമാണ് പറഞ്ഞത്. ഗ്രഹഭാവബലം എന്നും പറയാം. ലഗ്നത്തിലിരിക്കാൻ ലഗ്ന ബലമാണ് പറഞ്ഞ. പക്ഷെ ഇവിടെ എന്താ പ്രശ്നം, ഇതൊരു ലെയർ മാത്രമാണ്. ഇവിടെ ചൊവ്വ, ഞാൻ പരത്തി പറഞ്ഞെങ്കിലും ഈ ജ്യോതിഷത്തിന്റെ ഏറ്റവും വലിയ മഹാത്മ്യം ഇവിടെയാണ്. ഈ ശുക്രൻ ശനിയുടെ, അതായത് ഇവിടെ ഇരിക്കണമെങ്കിൽ, ഇത് രാശിയാണ് ആക്ച്വലി, ഇവിടെ തന്നെയാണ് ഇരിക്കണമെങ്കിൽ ശനിയുടെ രാശിയിൽ ഇരിക്കുന്ന ശുക്രന് പ്രത്യേകത ഉണ്ടാവും. ചൊവ്വയുടെ രാശിയിലാണ് ഇരിക്കണമെങ്കിൽ അതിന് വേറെ ചൊവ്വയുടെ ക്വാളിറ്റീസും ഈ രാശിയുടെ ക്വാളിറ്റീസും എല്ലാം ഇവിടെ കൂട്ടി പറയേണ്ടതായിട്ട് വരും. ശുക്രന്റെ രാശിയിൽ തന്നെ ഇരുന്നല്ലാതെ, ഇപ്പൊ ഉച്ചരാശിയിൽ ഇരിക്കുമ്പോഴുള്ള ഫലം നമ്മൾ പറഞ്ഞു. ഇവിടെയാണെങ്കിൽ ഉച്ചമായി, ഇവിടെയാണെങ്കിൽ നീചമായി. അപ്പൊ ക്ഷേത്രങ്ങൾ നോക്കണം. ശുക്രന് ഇഷ്ടമല്ലാത്ത ക്ഷേത്രമാണ് ഇത്, ചന്ദ്രന്റെയും സൂര്യന്റെയും ക്ഷേത്രം. പകൈ ക്ഷേത്രമാണ്, ശത്രുക്ഷേത്രമാണ്. അവിടേക്ക് ഇരുന്നാല് ഇവിടെ അതുമായിട്ട് കണക്ട് ആയിട്ട് ഈ ദശാപഹാരം വരുമ്പോൾ ചില പോരായ്മകൾ പറയേണ്ടത് വരും. ഇത് ഇവന്റ്സ് പറയുന്ന സമയത്ത് അത് പ്രധാനമാണ്. ദശാപഹാരങ്ങൾ വശാല ശുക്രൻ രാശിയിലിരിക്കുമ്പോൾ പകൈ ഗ്രഹത്തിന്റെ രാശിയിലിരിക്കുന്ന ഫലം പറയേണ്ടത് വരും. അപ്പൊ ഈ രണ്ടാമത്തെ ലെയർ, ഇത് ഞാൻ ആ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ. അപ്പൊ ഇതും കൂടി നോക്കണം, സെക്കൻഡ് ലെയർ. ഇനി തേർഡ് ലെയറിൽ വീണ്ടും നോക്കേണ്ട വരും. എന്ത്, ശുക്രൻ ഇപ്പോ സപ്പോസ് ശുക്രൻ ഇവിടെ ഇരിക്കുകയാണ്, ഇതാണ് ഒന്നാം ഭാവമെങ്കിൽ ഇവിടെ ശുക്രൻ ഫോർത്ത് ഹൗസിന്റെ ഓണറും ഇതിന്റെ ഓണർ ഫോർത്ത് ലോഡാണ്. 1 2 3 4 5 6 7 8 9 10 11 12. അപ്പൊ 4th ആൻഡ് 9th ലോഡാ. അപ്പൊ 9ാം ഭാവാധിപൻ ലഗ്നത്തിൽ ഇരുന്നുള്ള ഫലം 4ാം ഭാവാധിപൻ ലഗ്നത്തിൽ ഇരുന്നുള്ള ഫലവും ഉണ്ടാവും. ഇവിടെ 9ന്റെ ഫലം 4ന്റെ ഫലം ആണോ 9ന്റെ ഫലം നൽകുക ആണോ എന്നുള്ളത് മിക്ക അസ്ട്രോളജേഴ്സിനും കൺഫ്യൂഷൻ ആണ്. അത് ഞാൻ ലൈവില് പറയേണ്ടായി. അപ്പൊ ചിലവര് പറയും ലഗ്നമായിട്ട് ഏറ്റവും കണക്ട് ആയിട്ടുള്ള, അങ്ങനെയൊന്നും അല്ല. ഈ 9ന്റെ ഫലം എപ്പോ കിട്ടും, 4ന്റെ ഫലം എപ്പോ കിട്ടും എന്നുള്ളത്, അത് ഫോർത്ത് ഹൗസ് എന്ന് പറഞ്ഞാൽ വസ്തുവാഹനം വീടൊക്കെ വരുമെന്ന് പറയുകയാണെങ്കിലും ഈ ഫോർത്ത് ഹൗസിൽ വേറെ പല കാര്യങ്ങളുണ്ട്. അപ്പൊ അമ്മയുമായിട്ട് കണക്ഷനുള്ള കർമ്മ വരും, വീടായിട്ടുള്ള കണക്ഷനുള്ള കർമ്മ വരും. ആ കർമ്മ പോസിറ്റീവ് ആയിരിക്കോ നെഗറ്റീവ് ആയിരിക്കോ എന്ന് കൂടി പറയണം. ശുക്രൻ ലഗ്നത്തിൽ ഇരിക്കുന്ന കൊണ്ട് 4ാം ഭാവം കണക്ട് ചെയ്ത കർമ്മം വരും എന്നാണ് അവിടെ ഇൻഡിക്കേഷൻ. അപ്പൊ വീണ്ടും അടുത്ത ലെയറിൽ പോയി നോക്കണം. ഇവിടെയാണ് ഫലം പറയാനായിട്ട് ജ്യോതിഷന്മാര് കഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ ജ്യോതിഷന്മാര് കൂടുതൽ നോക്കേണ്ടി വരുന്നത്. ഇപ്പൊ ഫോർത്ത് ഹൗസ് കണക്റ്റഡ് ടു ഫസ്റ്റ് ഹൗസ് മേ give an indication that all the things in the fourth house may be connected to the native. അതായത് ലഗ്നത്തിന് ഈ കാര്യങ്ങളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ വീട് കിട്ടുമോ, വസ്തു കിട്ടുമോ, വാഹനം കിട്ടുമോ, അമ്മയുമായിട്ട് അടുപ്പം കിട്ടുമോ, അല്ലവ വീട് നശിക്കുകയോ വസ്തു നശിക്കോ വാഹനം നശിക്കോ അമ്മയായിട്ട് പ്രശ്നം ഉണ്ടാവുമോ എന്നുള്ളത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് തിരിച്ചറിയണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നോക്കണം. അത് അമ്മയാണ് ഇൻഡിക്കേറ്റ് ചെയ്യണത്, വസ്തുവാണോ വാഹനമാണോ എന്നുള്ളത് വീണ്ടും ഇൻഡിക്കേഷൻസ് കാണിക്കും. അപ്പൊ വീണ്ടും അടുത്ത ലെയറിലേക്ക് പോകണം. അപ്പൊ ഓരോരോ വർഗചക്രങ്ങളിൽ പോയി നോക്കണം ഏതിനാണ് ദൂഷ്യം വരാൻ സാധ്യതയെന്ന്. അപ്പൊ ഇതൊക്കെയാണ് അതിലൊരു കാര്യങ്ങള്. സ്വന്തം ജാതകം നോക്കുമ്പോഴാണ് ഇത്ര ഡീപ്പായിട്ട് നോക്കേണ്ട ആവശ്യം വരിക. മറ്റുള്ളവരുടെ ജാതകം നോക്കുന്ന സമയത്ത് പെട്ടെന്ന് ചിലപ്പോൾ ഫലം പറയാൻ സാധിച്ചേക്കും. കാര്യം അവര് തന്നെ അവരുടെ മുഖഭാവം കൊണ്ടും അവരുടെ വരവ് കൊണ്ടും അവർ വരുന്ന സമയം കൊണ്ടുമൊക്കെ നിർഗമ മാർഗ മന്ദിരഗതി പ്രശ്നക്രിയ സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് ആളുടെ അടുത്ത് വരുമ്പോ തന്നെ
അതിന്റെ ഇൻഡിക്കേഷൻ കാണിക്കും. അപ്പൊ തന്നെ നമ്മൾ പറയുന്നത് ശരിയായിട്ട് വരും. സ്വന്തം ജാതകം നോക്കിയിട്ട് നമുക്ക് കൺഫ്യൂഷൻ ആവും. വീട് തരുമോ, വസ്തു തരുമോ, അമ്മയ്ക്ക് അസുഖം തരുമോ, വാഹനത്തിന് പണി തരുമോ, 4ാം ഭാവം. ഇനി 4ാം ഭാവമാണ് കണക്ട് ആണോ 9ാം ഭാവമാണ് കണക്ട് ആവുന്നത്. ഭാഗ്യം ഉണ്ടാവോ, അച്ഛനെ കൊണ്ട് ഗുണം ഉണ്ടാവോ, അച്ഛന് ദുരിതം ഉണ്ടാവോ, ഈ സമയം നമുക്ക് പഠിക്കാനുള്ള സമയമാണോ, വിദ്യാഭ്യാസത്തിനുള്ള സമയമാണോ, അല്ലെങ്കിൽ പെൻഷൻ ആവുന്ന പൈസ കിട്ടുമോ, പെൻഷൻ ആവുന്ന പൈസ കൊണ്ട് കളയോ, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഏത് കാലഘട്ടം എടുക്കണം എന്നുള്ളതാണ്. അതിനെ ചികഞ്ഞു നോക്കാനായിട്ട് സബ് റൂൾസ് യൂസ് ചെയ്യേണ്ടി വരും. പോട്ടെ. അപ്പോ എന്നതുപോലെ തന്നെ നമ്മൾ ഇന്നത്തെ വിഷയത്തിലേക്ക് വീണ്ടും വരാം. ശുക്രൻ പ്രണയ വിഷയത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗ്രഹമാണ്. ശുക്രൻ കാമകാരകനാണ്. എന്താ? ഫിഫ്ത് ഹൗസ് ഇൻഡിക്കേറ്റ് ലവ്. ഓൾറെഡി ഞാൻ പറഞ്ഞു അല്ലെ. ഇറ്റ് ഷുഡ് ബി ഹാവ് കണക്ഷൻ ടു ഫസ്റ്റ് ഹൗസ്. അപ്പൊ ഇവിടെ ഗ്രഹത്തെ അല്ല പറയുന്നത്, ഭാവ കണക്ഷൻ ആണ് പറയുന്നത് കേട്ടോ. ഭാവ ഈസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ ഫസ്റ്റ് ലെയർ ഈസ് ഗ്രഹ, ഗ്രഹഭാവം. 2 ഭാവാധിപത്യം സെക്കൻഡ് ലെയർ ആണ്. ഇതൊക്കെ വിശദമായിട്ട് പഠിക്കണമെങ്കിൽ ഓൺലൈൻ ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് വന്ന് പഠിക്കാം. ഇപ്പൊ നമ്മൾ 7ാം തീയതി 7th തീയതി ഡേറ്റ് എഴുതാം. കുറെ നാൾ കഴിഞ്ഞാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടെങ്കിലും ഈ ക്ലാസ് അവൈലബിൾ ആയിരിക്കും. 7th 2025 നമ്മൾ കർമ്മ അസ്ട്രോളജി പഠിപ്പിക്കുന്നുണ്ട്. ക്ലാസ് തുടങ്ങുന്നുണ്ട്. ചെറിയ ഫീസ് മാത്രമായിരിക്കും നമ്മൾ ഇത് ചെയ്യുക. ഇത് ചിലപ്പോൾ 1-2 ലെവല് ആയിട്ട് തുടർന്നു പോകും. ചെറിയ ഫീസ് ഒരു 3000 രൂപയൊക്കെ മേടിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ക്ലാസ് തരിക. താല്പര്യമുള്ളവർക്ക് വന്ന് ജോയിൻ ചെയ്യാം. ഈ 7/7/2025 ക്ലാസ് തുടങ്ങുന്നതെങ്കിലും നിങ്ങൾ എപ്പോൾ ഈ വീഡിയോ കണ്ടാലും ആവശ്യമുണ്ടെങ്കിൽ വന്ന് ജോയിൻ ചെയ്യാം. കാര്യം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാത്തിൻ്റെയും റെക്കോർഡിങ്സും കാര്യങ്ങളും സൂക്ഷിച്ച് വെക്കും. പണ്ടേ മുതലേ നമ്മൾ ഓൺലൈൻ ക്ലാസ് 2019 തുടങ്ങി നടത്തുന്നതാണ് വിവിധ വിഷയങ്ങളിൽ. അപ്പൊ ഇങ്ങനെ തന്നെ റെക്കോർഡിംഗ് ആയിട്ട് നിങ്ങൾക്ക് സ്വന്തം സമയത്ത് പഠിക്കാനുള്ളതൊക്കെ നമ്മൾ സേവ് ചെയ്ത് വെച്ചേക്കും. ഇപ്പൊ കാണുന്നവരാണെങ്കിൽ ഇപ്പൊ ആവശ്യമുണ്ടെങ്കിൽ വന്ന് ജോയിൻ ചെയ്യാം. പിന്നെ എൻ്റെ അടുത്ത് പഠിക്കണവര് വാട്സാപ്പിലാണ് പഠിക്കണമെങ്കിൽ മിക്കവാറും കമ്മ്യൂണിറ്റിയിലൊക്കെ ആയിരിക്കും ഇത് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ ഐഡന്റിറ്റി പ്രശ്നം ഉള്ളവർക്കാണെങ്കിൽ പേഴ്സണലായിട്ട് അയച്ചു തരും. ഞാൻ ഒരിക്കലും എൻ്റെ അടുത്ത് നിങ്ങൾ പഠിക്കാൻ വന്നു എന്നൊന്നും ഒരിക്കലും പറയാറില്ല. കാര്യം നിങ്ങൾക്ക് അറിയാം, എത്രയോ കളരി ഗുരുക്കന്മാരെയാണ് നമ്മൾ കളരിയും മർമ്മവിദ്യം പഠിപ്പിച്ചിട്ടുള്ളത്. ഒരാളുടെ ഐഡന്റിറ്റി എടുത്ത് ഞാൻ യൂസ് ചെയ്യാറില്ല. അവര് പറയണമെങ്കിൽ പറയട്ടെ, അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മുടെ ഒരു മെത്തേഡ്. ഓക്കെ, ഇപ്പൊ പറഞ്ഞെന്നുള്ളൂ. ഗ്രഹഭാവം ഭാവ പറ്റി പറഞ്ഞതാണ്. അപ്പൊ ഭാവ കണക്ഷൻ ആണ് ഫസ്റ്റ് ടു 5th ഹൗസ്. 5th ലോർഡ് ഇൻ ഫസ്റ്റ് ഹൗസ് മേ ഇൻഡിക്കേറ്റ് ലവ്. അപ്പൊ പ്രണയം വരാം. ഈ ദശാപഹാരങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. അപഹാരം ഇത് കല്യാണത്തിലേക്ക് പോകൂ എന്നറിയാനായിട്ട് 7th ഹൗസ് ആയിട്ട് റിലേഷൻ വേണം. കാര്യം 7th ഹൗസിലേക്ക് 5ാം ഭാവാധിപനോ ലഗ്നാധിപനോ ദൃഷ്ടി യോഗാദികളോ, അല്ലെങ്കിൽ 7ാം ഭാവാധിപൻ 5ന്റെ കൂടെ ഇരിക്കുന്നതോ 5ാം ഭാവം 7ന്റെ കൂടെ ഇരിക്കുന്നതോ ഒക്കെ വേണം, വരേണ്ടി വരും കല്യാണം നടക്കണമെന്നുണ്ടെങ്കിൽ. ഇനി ഒരേ ഭാവത്തിൽ തന്നെ പല കണക്ഷൻസ് വരും. ഏതെങ്കിലും ഒരു ഇൻഡിക്കേഷൻ നമുക്ക് വേണമെങ്കിൽ നോക്കാം. ഏതെങ്കിലും, ഞാനിതൊന്ന് പ്രിപ്പയർ ചെയ്തിട്ടല്ല കേട്ടോ ക്ലാസ് എടുക്കണം. ഇപ്പം മിഥുന ലഗ്നം സ്വാഭാവികമായിട്ട് പ്രണയത്തിന് സാധ്യതയുള്ള ഒരു ലഗ്നമാണ്. ഈ ബുധൻ പോയിട്ട് ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ ലഗ്നാധിപൻ 5-ലിരുന്നുകൊണ്ട് ഫസ്റ്റ് പ്രണയം വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. ഇനി ഇവിടുത്തെ 7th ഹൗസിലോട് എന്ന് പറഞ്ഞാൽ വ്യാഴമാണ്. വ്യാഴം 11-ൽ നിന്നിട്ട് ബുധനെ 7th ഡിഗ്രിയാൽ നോക്കുന്നു. ഇവര് പകൈ ഗ്രഹം ആണെങ്കിൽ കൂടിയും ഇറ്റ് മേ ലീഡ് ടു മാരേജ്. 7ാം ഭാവാധിപന്റെ ദൃഷ്ടി. ഇനി ഇവിടെ വേറൊരു വിഷയമുണ്ട്. 7th ഹൗസ് ആയിട്ട് റിലേഷൻ വന്നു. അപ്പോൾ ഫസ്റ്റ് ഹൗസ് 5th ഹൗസ് 7th ഹൗസ് റിലേഷൻ കല്യാണത്തിലേക്ക് എത്തിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ 6th ഹൗസിന്റെ ഒരു കണക്ഷൻ കാണിക്കണം. കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല തരത്തിലാവും. ഗ്രഹം നിൽക്കുകയോ നോക്കുകയോ ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ചൊവ്വയ്ക്ക് പല രാശിയുണ്ട്. ചൊവ്വ നീച സ്ഥാനത്ത് നിന്നട്ടെ. ചൊവ്വയുടെ ഉച്ചരാശി ഏതാ? മകരമാണ്. ഈ നീച രാശിയിൽ നിന്നിട്ട് ചൊവ്വ 4ാമത്തെ ദൃഷ്ടി കൊണ്ട് ബുധനെ നോക്കിയാണ്. അപ്പൊ ഇത് 6ാം ഭാവാധിപനാണ്. 6ാം ഭാവാധിപത്യം വന്ന് ഇവിടെ വ്യാഴം നിൽക്കണ കാരണം
ഈ 11ാം ഭാവാധിപത്യത്തിനും ഒരു പ്രശ്നമുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഇട്ടിരുന്നു, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ആധിപത്യം ഗ്രഹസ്ഥിതിയേന എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഗ്രഹം ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ആധിപത്യം വാങ്ങുന്ന വിധമൊക്കെ പറഞ്ഞിട്ടുണ്ട് മുന്നേ. അപ്പോ ഇവിടെ ചൊവ്വ 6ാം ഭാവാധിപന്റെ നോട്ടം ബുധന് വന്നപ്പോ ഒരു ഹൗസ് നോക്കുമ്പോഴേ 5th ഹൗസിൽ നിൽക്കുന്ന ബുധൻ പ്രത്യേകിച്ചും അത് 6th ഹൗസായിട്ട് കണക്ഷൻ വന്നപ്പോ പ്രശ്നം വരും. പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താ? ക്ലാഷ്, ലവ് ഫെയിലിയർ, മേ ബി സ്ട്രഗിൾസ് ഇൻ ലവ്, സ്ട്രഗിൾസ് ഫ്രം ഫാമിലി. ഇവിടെ ചൊവ്വയായിരിക്കുന്നത് കൊണ്ട് 2ാം ഭാവത്തിൽ നിന്ന് നോക്കുന്നുണ്ട് ഫ്രം ദ ഫാമിലിയിൽ നിന്ന് സ്ട്രഗിൾസും പ്രശ്നങ്ങളും വരും 6th ഹൗസായിട്ട് റിലേഷൻ വന്നു കഴിഞ്ഞാൽ. ഇനിയിപ്പോ സപ്പോസ് ശനി ഉണ്ടല്ലോ, ശനിയുടെ ദൃഷ്ടിയോഗാദികൾ വന്നാലോ, ശനി നോക്കുക എന്ന് മാത്രമല്ല, ഇപ്പൊ ശനിയും ഇവിടെ നിൽക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. 8th ലോഡായിട്ട് കണക്ഷൻ വന്നു. 8th ലോഡ് 8ാം ഭാവാധിപൻ. If the 5th house have any type of relationship with 8th house, I mean 5th lord and 8th lord is connected, it may leads to ill reputation, humiliation from the society. അപവാദങ്ങൾ കേൾക്കേണ്ടി വരും, അപഖ്യാതികൾ ഉണ്ടാകും. പ്രേമത്തിന്റെ കാര്യത്തില് സമൂഹം അയ്യേ ആ പെണ്ണ് നടക്കണില്ല, ആ ചെക്കൻ നടക്കണില്ല, ആ പെണ്ണിന്റെ പറയുക ആ പെണ്ണ് ശരിയല്ല, അവൻ ശരിയല്ല എന്നൊക്കെയുള്ള രീതിയിൽ 8th ഹൗസായിട്ട് കണക്ഷൻ വന്നു കഴിഞ്ഞാല് കുഴപ്പങ്ങൾ ഉണ്ടാവും. അപ്പൊ പ്രണയത്തിൽ പ്രശ്നം ഉണ്ടാവാൻ 6th ഹൗസായിട്ട് 7th ഹൗസിനോ 5th ഹൗസിനോ ലഗ്നത്തിനോ റിലേഷൻ വന്നാലും മതി. ലഗ്നത്തിന് വന്നാൽ ഇവന് പേര് ദോഷം ഉണ്ടാവും, 5th വന്നാൽ ഈ വിഷയങ്ങളിൽ പേരദോഷം ഉണ്ടാവും, 7th വന്നു കഴിഞ്ഞാൽ കല്യാണം നടക്കാനായിട്ട് തടസ്സങ്ങളും വരാം. ഇനി രാഹു കേതുക്കള് കണക്ട് ആയി വന്നാലോ ഈ പ്രേമിക്കുന്നവൻ പറ്റിക്കാനുള്ള സാധ്യത ഉണ്ട്. പെണ്ണുങ്ങളാണെങ്കിൽ ബി കെയർഫുൾ. ഇത് ഇവിടെ വേറൊരു കാര്യം കൂടി പറയണേ, ശുക്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്സിന്റെ കാരകനാണെങ്കിൽ റൊമാൻസിന്റെ കാരകൻ ആരാ? റൊമാൻസിന്റെ കാരകൻ ബുധനാണ്, മെർക്കുറി അഥവാ ബുധനാണ്. അപ്പൊ ബുധൻ 5ൽ നിന്നാലും പ്രേമം വരാം. ബുധന് 1, 5, 7 ഹൗസായിട്ട് 1st, 5th ആൻഡ് 7th ഹൗസായിട്ട് കണക്ഷൻ വന്നു കഴിഞ്ഞാൽ അവിടെയും കല്യാണം നടക്കാം. എന്നാൽ ബുധന് 6th ഹൗസായിട്ടാണ് കണക്ഷൻ വന്നെങ്കിലോ അവിടെ പ്രണയത്തിന് പ്രശ്നങ്ങൾ വരാം. കുറെ റൂൾസ് കണക്ട് ചെയ്ത് ഇങ്ങനെ പറഞ്ഞു പോവുകയാണ് കേട്ടോ, പ്രശ്നം വന്നേക്കാം. അപ്പൊ 5th ലോഡ് is connected to 1st house and 7th house may lead to marriage life. But if the karaka Buddhan is also have connection with the 1st, 5th and 7th house, may lead to marriage. But if Mercury have the connection or any type of relation with Rahu and Ketu, there is a chance that the lover itself may cheat you. നിങ്ങള് പ്രേമിക്കുന്ന ആളാൽ വഞ്ചിക്കപ്പെടാൻ സാധ്യത കൂടും എന്നുള്ളതാണ്. ഇനി ഇവിടെ സൂര്യൻ കണ്ട മൗഢ്യം, അത് 3ാം ഭാവാധിപനായിട്ട് ബുധന് ബന്ധമുണ്ട്. സപ്പോസ് ഈ 3ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഈ ബുധന്റെ കൂടെ നിൽക്കണം, മൗഢ്യപ്പെടുത്തി നിൽക്കണമെന്ന് വിചാരിക്കുക. ബുധനും സൂര്യനൊക്കെ അടുത്തടുത്ത രാശിയിൽ നിൽക്കും. ഇതെന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രണയം may be caused by, or the reason for love may be bodily pleasures. ശാരീരികമായിട്ടുള്ള ആകർഷണം, ശാരീരികമായിട്ടുള്ള വികാരം, താല്പര്യങ്ങൾ, ഇതൊക്കെയാവും കണക്ഷൻ. കാര്യം 3ാം ഭാവം എന്ന് പറഞ്ഞാൽ വീര്യസ്ഥാനമാണ്. വീര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ധൈര്യം, വീര്യം, ചതുർബുദ്ധി, സഹോദര പരാക്രമം എന്ന് പറയുമ്പോൾ വീര്യം എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് ആൻ ആസ്പെക്ട് ഓഫ് ലസ്റ്റ്. 7th ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹം അംഗീകരിച്ചിട്ടുള്ള വിവാഹത്തിനിടെയുള്ള ദാമ്പത്യം, മേ ബി ദ സെക്സ് which is recognized by society. But 3rd house may not be like that. It may be illegal or some sort of sexual relationships or done by the girl and boy. അപ്പോ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ ഇത് പൊട്ടിപ്പോ. അപ്പൊ 3ാം സ്ഥാനമായിട്ട് 1st, 5th ഹൗസിന് കണക്ഷൻ ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ താല്പര്യം പെട്ടെന്ന് നിന്നു പോകും. കല്യാണത്തിലേക്ക് എത്തിക്കഴിഞ്ഞാലും ചിലപ്പോൾ പ്രശ്നങ്ങളായിരിക്കാം. ഇനി അടുത്തൊരു വിഷയം, ഈ ബുധൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രേമകാരകനാണല്ലോ, പ്രണയത്തിന്റെ.
If the Buddha, if the Mercury has any relationship with Mars, it means that ബുധനും ചൊവ്വയും കൂടി ഒരുമിച്ചൊക്കെ നിൽക്കുകയാണെന്ന് വിചാരിക്കുക. ഇത് അഞ്ചാം ഭാവാധിപൻ വേറെ ആളായി ആയാൽ പോലും, എങ്ങനെയാണെങ്കിൽ പോലും ബുധനും ചൊവ്വയായിട്ട് വീണ്ടും കണക്ഷൻ. ഇവിടെ ചൊവ്വയും ബുധനും പകൈ ഗ്രഹങ്ങളാണ്. ഒരുമിച്ച് ഒരു രാശിയിൽ നിന്നാലും കോൺഫ്ലിക്ട്സ് വരാം. ഇവിടെ ഇപ്പൊ ഓൾറെഡി പകൈ തന്നെയാണ് കാണിക്കുന്നത്. ആറാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് ശത്രുത വരുത്തും എന്നുള്ളത്, ക്ലാഷ് ഉണ്ടാക്കും എന്നുള്ളത് പറഞ്ഞ്. അതല്ലാതെ വെറുതെ ബുധനും ചൊവ്വയും കൂടി ഒരുമിച്ച് നിന്നാലും കല്യാണത്തിന് ശേഷം പ്രശ്നങ്ങൾ വരാൻ സാധ്യത കൂടും. പ്രേമിച്ചിട്ടാണ് കെട്ടണമെങ്കിൽ കേട്ടോ. അതുപോലെ തന്നെ രാഹുകേതുക്കള് ബുധനം ചൊവ്വയെ നോക്കുകയാണെങ്കിലും പ്രശ്നം വരും. ബുധനെ മാത്രം രാഹുകേതുക്കള് നോക്കുകയോ രാഹുകേതുക്കള് ഒരുമിച്ച് നിൽക്കുക ചെയ്താലും കുഴപ്പങ്ങൾ വരാറുണ്ട്. പിന്നെ എവിടെ വെച്ച് പ്രേമം ഉണ്ടാവും എന്നൊക്കെ അറിയാനായിട്ട് സാധിക്കും. ഈ അഞ്ചാം ഭാവാധിപന് 10ാം ഭാവമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ജോലി സ്ഥലത്ത് വെച്ചിട്ടായിരിക്കാം ചിലപ്പോൾ ഇവർ തമ്മിൽ കണ്ടുകൂട്ടുകയും പ്രേമിക്കുകയും ചെയ്യണത്. 12ാം ഭാവമായിട്ട് ബന്ധമുണ്ടെങ്കിൽ വല്ല ആശുപത്രിയിലോ വെച്ച് കണ്ട് പരിചയമോ, വല്ല മറഞ്ഞിരിക്കുന്ന സ്ഥാനത്ത് വെച്ചിട്ട് രഹസ്യമാക്കി വെച്ചിരിക്കുന്ന ബന്ധങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഈ പലപ്പോഴും 5-12 കണക്ഷൻ വന്നു കഴിഞ്ഞാൽ വലിയ വിഷയമോ, പ്രേമിച്ച് ഇത് ആരും അറിയാണ്ട് പല പരിപാടിയൊക്കെ നടത്തി പല പ്രശ്നങ്ങളിലും പെൺപിള്ളേര് സൂയിസൈഡ് അറ്റംപ്റ്റ് ഒക്കെ നടത്തുന്നത് ഇങ്ങനെ 12ാം ഭാവമായിട്ട് കണക്ഷൻ വരുമ്പോൾ കാണാറുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ അടുത്ത് വന്നിട്ടുള്ള പല ജാതകങ്ങളും അല്ലെങ്കിൽ ഡിപ്രസ്ഡ് ആയിരിക്കുന്ന അവസ്ഥയിലൊക്കെ തേക്കപ്പെടാവുന്നൊക്കെ ഉള്ള അവസ്ഥ രഹസ്യമാക്കി പല രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ വരാം. അപ്പൊ ഓരോരോ ഭാവവുമായിട്ട് ഇതിന് കണക്ഷൻ വരുമ്പോൾ അതും പറയാം. ഓരോ ഭാവമായിട്ട് കണക്ഷൻ വന്നാലും പറയാൻ പറ്റും. 4ആയിട്ട് കണക്ഷൻ വന്നാൽ പറയാൻ പറ്റും. ഫാമിലി ആയിട്ട് കണക്ഷൻ വരുമെന്ന് പറയാൻ പറ്റും. അങ്ങനെ ഓരോരോ ഭാവമായിട്ട് കണക്ഷൻ വരുമ്പോഴും പറയാം. അപ്പോൾ മെയിൻലി 1, 5, 7 കണക്ഷൻ ഉണ്ടെങ്കിൽ ഓൾമോസ്റ്റ് കല്യാണത്തിലേക്ക് പ്രണയം നയിച്ചേക്കാം. റിവേഴ്സ് കണക്ഷൻ ആണെങ്കിൽ, അതായത് 1, 7 കണക്ഷൻ കഴിഞ്ഞിട്ട് 5ആയിട്ട് സബ് കണക്ഷൻ ആണെങ്കിൽ പ്രണയത്തിന് ശേഷം, വിവാഹത്തിന് ശേഷം പ്രണയം വന്നേക്കാം. അത് വീണ്ടും 1, 7 കണക്ഷൻ വിവാഹത്തിന് ശേഷം 6ാം ഭാവമായിട്ട് വരുന്ന സമയത്ത് ക്ലാഷുകൾ ഉണ്ടായേക്കാം. അപ്പൊ ഈ 7ാം ഭാവാധിപന്റെ ചാരവശാലുള്ള ചലനങ്ങള് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് വർഷഗ്രഹങ്ങള്, ഇപ്പൊ വ്യാഴം കണ്ടില്ലേ 7ാം ഭാവാധിപനായിട്ട് വന്നു. അപ്പൊ വർഷഗ്രഹങ്ങളായിട്ടുള്ള, അതായത് വർഷഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ വർഷത്തിൽ കൂടുതൽ കാലം ഒരു രാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ. ഇതൊരു വർഷം നിൽക്കുകയാണെങ്കിൽ ശനിയാണെങ്കിൽ 2.5 വർഷം നിൽക്കും, രാഹുകേതുക്കളാണെങ്കിൽ 1.5 വർഷം നിൽക്കും. 4 ഗ്രഹങ്ങള് ആണ് 7ാം ഭാവമായിട്ട് കണക്ഷൻ ഉള്ളതെങ്കിൽ, അതിൽ ശനിയും വ്യാഴവും ഒക്കെ കണക്ഷൻ ഉള്ളത് സമയത്ത് ഇവർ റോങ് ആയിട്ടുള്ള പ്ലേസിൽ നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ ദാമ്പത്യ പ്രശ്നം ഉണ്ടാവും. ആ ഒരു വർഷക്കാലം. ഇപ്പൊ വ്യാഴമൊക്കെ ആണെങ്കിൽ പകൈ രാശിയില് പകൈ ഗ്രഹത്തിന്റെ കൂടെ ചാരവശാല് 6ലൊക്കെ വന്ന സമയത്ത് ദാമ്പത്യത്തിൽ ക്ലാഷുകളൊക്കെ ഉണ്ടാവാം. അതൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് പല സമയത്തും. അപ്പൊ ഇന്ന് ഞാൻ പ്രമാണം പറയാണ്ട് ലോജിക്ക് മാത്രമാണ് പറഞ്ഞത്. ഇറ്റ് ഈസ് മെയിൻലി ബേസ്ഡ് ഓൺ തമിഴ് അസ്ട്രോളജി. തമിഴ് അസ്ട്രോളജിയിലെ ലോജിക്കുകൾ കൂട്ടിക്കലർത്തിയിട്ടാണ് ഇത്രയും ഞാൻ പറഞ്ഞത്. പരാശര മെത്തേഡില്ല. തമിഴ് അസ്ട്രോളജി മെയിൻലി ഡിറൈവ്ഡ് ഫ്രം പരാശരയുടെ സിദ്ധാന്തങ്ങളാണ് എടുക്കുന്നത്. അപ്പൊ കേരള അസ്ട്രോളജിയ മിഹിര മെത്തേഡാണ് ഫോളോ ചെയ്യണത് പലരും. എന്നാല് മിഹിരയൊക്കെ പരാശരയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. നിങ്ങൾക്കറിയാലോ, ബ്രഹ്മാവിൽ നിന്നിട്ട് നാരദർക്കും അത് ശൗനക പരമ്പരയിലൂടെ ഒക്കെ വന്നതിന് ശേഷമാണ് പരാശരയിലെത്തുക. അപ്പൊ പരാശരയിൽ നിന്നിട്ട് കുറെ പരമ്പരകൾ കഴിഞ്ഞിട്ടാണ് അവസാനം വരാഹമിഹിര ഇത് പഠിക്കണത്. പല ആചാര്യന്മാരിൽ നിന്നാണ് വരാഹമിഹിരൻ മിഹിര പഠിക്കണത്. അപ്പൊ മിഹിര ഒക്കെ എല്ലാത്തിന്റെയും അടിസ്ഥാനം എന്താണ്? ജ്യോതിഷത്തിന്റെ അടിസ്ഥാനം പരാശരയാണ്. പിന്നെ അതിന്റെ വേറൊരു വഴി ദ്രാവിഡീയ വഴി പറയുമ്പോഴാണ് കുമാരസ്വാമിയം മുതലായിട്ടുള്ള ഗ്രന്ഥങ്ങളെ പറ്റി ആ ഒരു വഴി പറയുമ്പോൾ നമ്മൾ ദ്രാവിഡ കൾച്ചറിലുള്ള മുരുകപ്പെരുമാനിന്റെ കാര്യങ്ങളിലേക്ക്, അപ്പോൾ ശിവപെരുമാനിൽ നിന്ന് ഉമാദേവി മുരുകൻ കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു മെത്തേഡ്, സ്റ്റാർ അസ്ട്രോളജി മെയിൻലി. സ്റ്റാർ മാത്രമല്ല, പ്ലാനറ്ററി ആൻഡ് സെല്ലാർ അസ്ട്രോളജിക്ക് പ്രാധാന്യം ഉണ്ട് അതിൽ. കുമാരസ്വാമി എന്ന് പറയുന്ന ബുക്ക് നിങ്ങൾക്ക് കണ്ടെങ്കിൽ, അത് തമിഴ് വായിക്കാൻ അറിയാമെങ്കിൽ അത് വായിച്ചാൽ മനസ്സിലാവും.
അപ്പൊ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരുന്നത് പരാശര മെത്തിലുള്ള കാര്യങ്ങളാണ്. ഇതിലാണ് മെയിനായിട്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ തമിഴ് അസ്ട്രോളജിയിലാണ് കൂടുതൽ ഈ വിഷയങ്ങളൊക്കെ ഉള്ള. ഇപ്പോൾ കേരള അസ്ട്രോളജേഴ്സ് ഇത് പഠിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോ ഇങ്ങനെയാണ് സംഭവം. അപ്പോൾ ഫസ്റ്റ് ഹൗസ്, ഫിഫ്ത്ത് ഹൗസ്, സെവൻത് ഹൗസ് ഇൻഡിക്കേഷൻസ് ഈ കല്യാണത്തിലേക്ക് പോകുമെന്ന് കാണിക്കാം. നിങ്ങളുടെ ജാതകത്തിൽ ഫസ്റ്റും ഫിഫ്ത്തും ഹൗസ് കണക്ഷൻ ഉണ്ട്. തേർഡ് ഹൗസ് കണക്ഷൻ വരികയോ സിക്സ്ത് ഹൗസ് കണക്ഷൻ വരികയോ എയ്ത്ത് ഹൗസ് കണക്ഷൻ വരികയോ രാഹു കേതുക്കളായിട്ട് കണക്ഷൻ വരികയോ പകൈ ഗ്രഹങ്ങളായിട്ട് കണക്ഷൻ വരികയോ ചെയ്ത് കഴിഞ്ഞാൽ പ്രേമിക്കുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിച്ചോ. 12ാം ഭാവമായിട്ട് കണക്ഷൻ വന്നാലും ശ്രദ്ധിച്ചോളണം. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടാനുള്ള സാധ്യത ഉണ്ട്. നിങ്ങൾ പറയുന്നത് നിർത്തിയാണ്. അപ്പൊ ആർക്കെങ്കിലും ഓൺലൈൻ ക്ലാസ്സിനൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉടൻ തന്നെ വരിക. എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇന്നേക്ക് ഇത്രയുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഓം അഗത്തീശ്വരായ നമഃ.